പത്തനംതിട്ട ഇലന്തൂരിൽ 43-കാരൻ ഷിബുവിന്റെ തിരോധാനത്തിന് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മെയ് 31 രാത്രിയിലാണ് ഇലന്തൂർ വാര്യാപുരം സ്വദേശി ഷിബുവിനെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കടാവർ നായ്ക്കൾ എത്തിച്ച് ഷിബുവിനെ കാണാതായ സുഹൃത്തിന്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഷിബുവിനെ കാണാതാകുന്ന ദിവസം രാത്രിയിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനെ ചോദ്യം ചെയ്തു വരികയാണ്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശിനാരായണൻ, ദിവസങ്ങൾ പിന്നിടുന്നു ഷിബുവിനെ കാണാതായിട്ട്. വീട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഒരു സുഹൃത്തിലേക്കാണ് അവരുടെ ഒരു സംശയം പോലും നീളുന്നത്. ഈ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും സൂചനയുണ്ടോ? സുഹൃത്തിന് ഇതേക്കുറിച്ച് അറിവുണ്ടോ? പോലീസിന്റെ നിഗമനം എന്താണ്? മെയ് 31 വാര്യാപുരം സ്വദേശിയായ പത്തനംതിട്ട വാര്യാപുരം സ്വദേശിയായ ഷിബുവിനെ കാണാതാവുന്നത്. ഷിബു അന്ന് വൈകിട്ട് ഷിബുവിന്റെ സുഹൃത്തായ അനീഷിന്റെ വീട്ടിൽ ഷിബു രാത്രിയിൽ എത്തിയെന്ന് ഷിബുവിന്റെ സുഹൃത്ത് തന്നെ നൽകിയ മൊഴിയിൽ പറയുന്നു. അവിടെ രാത്രിയിൽ ഷിബുവും അതുപോലെ തന്നെ അനീഷും ഉണ്ടായിരുന്നു. രാവിലെ ജോലിക്ക് പോകണം, വിളിക്കണമെന്നും പറഞ്ഞിരുന്നു. ഇവർ മദ്യപിച്ചിരുന്നതായും മൊഴി നൽകിയിട്ടുണ്ട്. പുലർച്ചെ വിളിക്കാമെന്ന് ഷിബുവിന്റെ സുഹൃത്തായ അനീഷ് പറയുകയും ചെയ്തു. അങ്ങനെ ആ വീട്ടിൽ ഇവർ തങ്ങുന്നു. വീട്ടിൽ പോയില്ല. ആ ദിവസം ഷിബു വീട്ടിൽ പോയില്ല. പക്ഷെ പുലർച്ചെ വിളിച്ചപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഷിബുവിനെ കാണാനില്ലെന്നാണ് സുഹൃത്തായ അനീഷ് പോലീസിന് നൽകിയ മൊഴി. എന്തായാലും 15 ദിവസമായിട്ടും ഈ ഷിബു എവിടെ പോയി എന്നതിനെ കുറിച്ച് അനീഷ് നൽകുന്ന ഒരു മൊഴിയല്ലാതെ കൃത്യമായ ഒരു തെളിവിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞില്ല. വീട്ടുകാർ ഷിബുവിനെ കാണാതായി അതിന്റെ 3ാമത്തെ ദിവസം പരാതി നൽകി. എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ വീട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ 3ാമത്തെ ദിവസം പിന്നീട് വീട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആറന്മുള പോലീസ് കേസെടുത്തപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നെങ്കിലും ഇതുവരെ ഷിബുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് പോലീസ് കടാവൂർ നായ്ക്കളെ കൊണ്ടുവന്ന ഈ ഷിബുവിന്റെ സുഹൃത്തിന്റെ വീട്ടിലും ഒപ്പം സമീപ പ്രദേശങ്ങളിലെല്ലാം റബ്ബർ തോട്ടം അടക്കം പരിശോധന നടത്തിയെങ്കിലും ഷിബുവിനെ കണ്ടെത്താനും മറ്റെന്തെങ്കിലും സൂചന ലഭിക്കുമോ പോലീസിന് ഇതുവരെ ലഭിച്ചില്ല. എന്തായാലും വലിയ രീതിയിൽ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം അനീഷിനെ ഇക്കാര്യം കൃത്യമായി പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അനീഷ് പോലീസിന്റെ ഒപ്പം വിവരങ്ങൾ നൽകാനും അനീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അത്തരം വിവരങ്ങൾ കൂടി എന്തായാലും പോലീസ് തേടുന്നുണ്ട്. വിശദമായ ഒരു പരിശോധനയും അതുപോലെ തന്നെ അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഇതുവരെ ഷിബു എവിടെ പോയി എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം വീട്ടുകാർക്കില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയിലാണ് വീട്ടുകാരുള്ളത്. പോലീസ് അന്വേഷണം കൃത്യമായി നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഷിബു എവിടെയാണെന്നൊരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല.